ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമെന്ന് താരസംഘടനയായ അമ്മ. വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി. കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല, സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഉള്ളതായി അറിയില്ലെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. 20-ാം തീയതിയും 21-ാം തീയതിയും ഞങ്ങൾക്ക് അതിന്റെ ഷോ ആയിരുന്നു. 21-ാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിന്റെ പരിപാടികൾ തീർന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തുനിന്നതോ അല്ല. ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നത്. അതേപോലെ തന്നെ കുറ്റവാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്നും പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാളിദാസ്, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിന് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അന്ന് സിദ്ദിഖ് പറഞ്ഞിരുന്നത് എന്തെങ്കിലും തരത്തിലൊരു വാക്ക് അറിയാതെ പറഞ്ഞു പോയെന്നാൽ അത് വലിയ രീതിയിലുള്ള തെറ്റായി പോകും, അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് വിശദമായിട്ടുള്ള പ്രതികരണം നടത്താമെന്നായിരുന്നു. അങ്ങനെ വിശദമായി പഠിച്ചു നടത്തിയിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിൽ തലയും വാലും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ പ്രതികരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണം ഈ താരസംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം, ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അവസാനമാണ് ഇത്തരത്തിലൊരു ഒന്ന് വാ തുറക്കാൻ ഈ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തയ്യാറായത് എന്നുള്ളതായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ അവർ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ നിലപാട് പ്രഖ്യാപനത്തിൽ ആദ്യം വ്യക്തമാക്കിയത് ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപനത്തിന് വൈകിപ്പോയത് അതൊരു തരത്തിലും ഞങ്ങൾ ഒളിച്ചോടിപ്പോയതല്ല, മറിച്ച് ഈ വിഷയം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഷോ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുകയായിരുന്നു. അതിന്റെ തിരക്കുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത്ര ദിവസം 2 ദിവസം വൈകാനുള്ള ഒരു കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഞങ്ങൾ ഒളിച്ചോടിപ്പോയതല്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒറ്റ വരി അദ്ദേഹം പറയുന്നു. അതിനുശേഷം കമ്മീഷൻ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കമ്മീഷൻ നിർദ്ദേശം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ രൂപീകരിച്ചത്. അതിനുശേഷം ആ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ വനിതകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ആ നിലയ്ക്കാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ന് പറയുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു റിപ്പോർട്ടാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഭവങ്ങളെ കുറിച്ച്, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് അവിടെ സെറ്റുകളിൽ നൽകുന്ന സൗകര്യങ്ങളെ കുറിച്ച് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, ഒപ്പം തന്നെ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഉത്തരവും കൃത്യമായി പറയാൻ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഈ റിപ്പോർട്ട് വന്നു, ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിന് വേണ്ടി കമ്മീഷൻ നിയമിക്കുന്നത് 2017 ആ കമ്മീഷൻ 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിനുശേഷം ഈ 4.5 കൊല്ലത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിനിടയിൽ 2 കൊല്ലം കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പ്, അതായത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ സജി ചെറിയാൻ ഇവരെ ഒരു യോഗത്തിന് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സിദ്ദിഖ് വ്യക്തമാക്കുന്നു. ആ യോഗത്തിൽ ചർച്ചയായത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയ്ക്ക് വന്നത് ഇവരുടെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും ആ ഘട്ടത്തിൽ പോലും
ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ അറിവ് ലഭിച്ചത് എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു തീരുമാനവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ ഒരു തരത്തിലും ഇവർ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്ന നിലയ്ക്ക് തന്നെയായിരുന്നു സിദ്ദിഖ് ഇന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പേരുകളൊന്നും തന്നെ വെളിപ്പെടുത്താതെയാണ്, മറിച്ച് കഴിഞ്ഞ ദിവസം തിലകന്റെ മകൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇന്ന ആളുകൾ, അതായത് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ദിഖിന്റെ പ്രതികരണം ആ കുട്ടി ആ ഒരു സംഭവത്തെ, ആ ഒരു സാഹചര്യത്തെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. മറ്റുള്ളവരാരും തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളെ മനോഹരമായി കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ എടുത്തു വായിച്ചു, അല്ലെങ്കിൽ ആ വരികൾക്കിടയിൽ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു നിലപാടാണ് അമ്മ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് നമ്മൾ കണ്ടതാണ് അവരുടെ നിലപാട് എന്താണെന്നുള്ളത്. ആക്രമിക്കപ്പെട്ട സ്ത്രീയും അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയും ആരോപണ വിധേയനായിട്ടുള്ള നടനും അത് രണ്ടും അമ്മയുടെ മക്കളാണ്, രണ്ടുപേരെയും തള്ളിക്കളയില്ല എന്നുള്ളതാണ് അവർ ആദ്യം അന്ന് പ്രഖ്യാപിച്ചത്. ആ നിലപാടിൽ നിന്നും ഒരു തരത്തിലുള്ള മാറ്റവും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴും അമ്മ എന്ന് പറയുന്ന സംഘടന അത് വേട്ടക്കാർക്കൊപ്പം തന്നെയാണ്. ഇപ്പോഴും ആ ജനറൽ സെക്രട്ടറി നേരത്തെ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്നെ വ്യക്തമാണ്, തിലകന്റെ മകൾ പറഞ്ഞതിലെ മനോഹാരിത കണ്ടെത്തുകയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ ഈ ഒരു അമ്മ സംഘടനയും. അതേപോലെ തന്നെ നേരത്തെ എബി സൂചിപ്പിച്ച പോലെ തന്നെ 4.5 വർഷമായി ഏതോ ഒരു സർക്കാർ ഓഫീസിൽ പൊടി പിടിച്ച് കിടക്കുന്ന ആ ഒരു റിപ്പോർട്ട് പുറത്തെത്തിക്കാനായിട്ട് ഒരു ശ്രമം പോലും ഈ ഒരു അമ്മ സംഘടന നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇത് പുറത്തു വരണമെന്നുള്ളൊരു ആവശ്യമോ അല്ലെങ്കിൽ പുറത്തു വരരുതെന്നുള്ളൊരു നിർദ്ദേശമോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന്. എന്താണ് ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്? തീർച്ചയായും അത് തന്നെയാണ് ഈ സംഘടനയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ ഒരു ആവശ്യവും ഇത് തങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് എന്നിവർ ഇപ്പോൾ പറയുന്ന ഘട്ടത്തിൽ അവർ ഒരിക്കൽ പോലും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കുന്നു, ഈ ഹർജിയിൽ കക്ഷി ചേരാൻ ഈ സംഘടന തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നൊരു വാക്ക് തന്നെയാണ്, അതിന്റെ കാര്യമില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രതികരണം. അതിനുശേഷം അതിൽ തുടർ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ആ നിലയ്ക്കല്ല ഞാൻ സംസാരിച്ചത്, അതിലിപ്പോ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്നതല്ലേ, അതിനകത്ത് ഇപ്പോൾ കോടതി മുഴുവൻ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പറയുന്നുണ്ടല്ലോ, കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലാക്കിയാണ് താൻ അത്തരത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സംഘടനയുടെ നിലപാട് എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. 2012 2008 ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി. ഈ 2006 ഒരു സംഭവത്തെ കുറിച്ച് 2018 ഒരു പെൺകുട്ടി, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അത് ഇമെയിൽ വഴിയാണ് നൽകിയിട്ടുള്ളത്. ആ പരാതി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് കൂടി അവർ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും ഒരു നിലപാടുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലയ്ക്കാണ് പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പറയാതെ പറഞ്ഞു വെക്കുന്ന നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ചേർത്തല ജയന്റെ പ്രതികരണം വരുന്നത്. ചേർത്തല ജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകാഞ്ഞത്? ഈ അമ്മ സംഘടനയിൽ തന്നെ
നിരവധി ആളുകൾ ഇതിനെ മറുത്ത് ഈ സംഘടനയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള സംഘടനയിൽ ഒരു തരത്തിലുള്ള ഭിന്നിപ്പുമില്ല എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി എത്ര ആളുകളെയാണ് ആരെയൊക്കെയാണ് വിളിച്ചിട്ട് ഈ മൊഴി എടുത്തിരിക്കുന്നത്, അതിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള വനിതകളെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. 99% ആളുകളെയും ഇവർ വിളിച്ചിട്ടില്ല. പിന്നെ ഇവർ ആരോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഹേമ കമ്മിറ്റിയെ കുറിച്ച് ചേർത്തല ജയൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഇന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത്തരത്തിൽ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പോലും ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നെന്ന് വാക്കാൽ പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും അവരുടെ ആ വാക്കുകളിലില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും അവരുടെ നിലപാട് അവർ നേരത്തെ തടിയാക്രമിക്കപ്പെട്ട സമയത്ത് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ ഒരു നിലപാടിൽ നിന്നും ഇതുവരെയും അവർക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ തലവേദനയായി തന്നെയാണ് ഇപ്പോഴും ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം വളരെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന വാർത്താ സമ്മേളനത്തിൽ അവർ നടത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോമോളും ഒപ്പം തന്നെ മറ്റൊരു 2 നടിമാരെ കൂടി, അതിന്റെ തലപ്പത്തിരിക്കുന്ന 2 നടിമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളാണ് ഏറ്റവും ഖേദകരമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അവരുടെ പ്രതികരണം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ആശ്ചര്യത്തോടു കൂടിയാണ്, അത്ഭുതത്തോടു കൂടിയാണ് അവർ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഇടപാടുകളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എനിക്കുണ്ടായി അത് വ്യക്തിപരമായി മാത്രം പറയുന്ന ഒരു നില. ഒപ്പം തന്നെ തങ്ങളുടെ കൂടെയുള്ള ആളുകളാണല്ലോ ഇത്രയും നാൾ, അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ആളുകളാണല്ലോ ഇത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ളത്, അവരുടെ പ്രതികരണങ്ങളാണല്ലോ ഈ റിപ്പോർട്ടിന് ആധാരമായിട്ടുള്ളത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരിക്കലും ആ വർത്താനത്തിൽ ഒരു തരത്തിലുമുള്ള ആത്മാർത്ഥതയുമില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുന്നു. ഹൈക്കോടതിയിൽ കക്ഷി ചേരാൻ പോലും ഈ സംഘടന തയ്യാറല്ല. തീർച്ചയായും എബി, മാത്രമല്ല മറ്റൊരു വസ്തുതയും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നടൻ ജഗദീഷ് അല്പം മുമ്പ് പ്രതികരിച്ചിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. കാരണം സിദ്ദിഖ് പറഞ്ഞിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് സിദ്ദിഖ് പ്രതികരിച്ചത്. പക്ഷേ ഇതിനെയൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ജഗദീഷിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണരുത്. എന്തായാലും ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. സിനിമയിലെ പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു ഭിന്നത ഇപ്പോൾ ഉടലെടുക്കുന്നു. അദ്ദേഹം ഒന്നുകൂടെ പറയാം, ജഗദീഷ് ഇത് പറഞ്ഞത് വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്കാണ്. കാരണം അതത്ര ആ ഒരു പറച്ചിൽ കൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തെ സുരക്ഷിതനാക്കി നിർത്താൻ നോക്കുന്നു എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞു അമ്മ സംഘടനയിൽ. അത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നു അതിനുശേഷം ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ നോക്കിയാൽ മതിയാകും. ഇവരെല്ലാവരും തന്നെ ഈ സംഘടനയുടെ നിലപാടിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സംഘടനയിലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും നമുക്കില്ലല്ലോ. ഈ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ WCCയുടെ പ്രതികരണം അല്ലെങ്കിൽ WCCയുടെ ഇടപെടലിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഒരു അഴകുഴമ്പൻ മറുപടി നൽകുക എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുള്ള ഒരു നടപടി അല്ലെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ഇവരിങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്, അത് നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ്, അതായത് ഇന്ന് ചേർത്തല ജയൻ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികരണം അല്ലെങ്കിൽ സംഘടനയുടെ തലത്തിലുള്ള പ്രതികരണം വൈകിയതിൽ അത് വീഴ്ചയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ ഘട്ടം മുതൽ തന്നെ ഇപ്പോൾ അത് ഒരുപക്ഷെ ആ ഒരു പ്രതികരണമൊക്കെ വന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം
തീരുമാനം ഇന്ന് 3 മണിക്കുണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് 1:30-ക്ക് ശേഷം ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. ആ നിലക്കാണ് പിന്നീട് വാർത്താ സമ്മേളനം നടക്കാനുള്ള സാഹചര്യവും സാധ്യതകളും ഒക്കെ തന്നെ ഉണ്ടായത്. തുടർന്നാണ് ഈ ഒരു വാർത്താ സമ്മേളനം സിദ്ദിഖ് നടത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയം അത് ഗൗരവമായി തന്നെ പൊതുസമൂഹം കാണുമ്പോൾ ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകളുണ്ടോ, മാഫിയ സംവിധാനങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർക്ക് മാത്രമാണ് അത് വലിയ ആശ്ചര്യമായി തോന്നുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ള പൊതുസമൂഹത്തിന് മുഴുവൻ ഈ വാർത്ത കാണുന്ന അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തർക്കവുമില്ല. മറിച്ച് ഈ ഒരു റിപ്പോർട്ട് മാത്രം വരേണ്ടി വന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് 10-40 വർഷത്തിലധികമായി സിനിമാ മേഖലയിൽ നിൽക്കുന്ന സിദ്ദിഖിനെ പോലുള്ള ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ആ നിലക്ക് അതുകൂടി, അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ ആശ്ചര്യത്തോടു കൂടി സംസാരിക്കുന്ന സിദ്ദിഖിനെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു. ജോമോൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അത്തരത്തിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം, ആ ഒരു ചോദ്യം നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന നിലയ്ക്കുള്ള ഒരു നിലപാടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് ഒരു തരത്തിലും ഒരു ആത്മാർത്ഥതയുള്ള ഒരു നിലപാടെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്തെങ്കിലും പറയേണ്ടതുണ്ട്, അതുകൊണ്ട് മാത്രം വന്ന് പറയുന്നു. ഒപ്പം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ പോലും ആ കമ്മീഷന്റെ കണ്ടെത്തലുകളെയോ ആ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെയോ അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം അടിവരയിട്ട് നിരവധി തവണ നിരവധി ആളുകൾ, 51-ലധികം പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരിക്കുന്നത്. ഒറ്റ ഒരാളെങ്കിലും മൊഴി നൽകിയിട്ടുണ്ട്, ഒറ്റ ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ഒറ്റ ഒരു കേസ് ഉണ്ടെങ്കിൽ ഉറപ്പായും കേസെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയാത്ത ഒന്നും തന്നെയല്ലവർ. അവിടെയാണ് 51 ആളുകൾ പറഞ്ഞിട്ടുള്ള മൊഴികളെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ സംഘടനയുടെ നിലപാടെന്ന് പറയാം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെയോ ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളെയോ ഒരു തരത്തിലും ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ കഴിയുക. തീർച്ചയായും മേബി ഇപ്പോഴും ഈ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഇവരാരും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. അഴകുഴമ്പൻ മട്ടിലുള്ള പ്രതികരണം തന്നെയാണ് നൽകുന്നത്. വനിതാ പ്രവർത്തകരാകട്ടെ അവർക്കും ഭയമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം. നമ്മൾ വിളിച്ച് സംസാരിച്ച വനിതാ പ്രവർത്തകയടക്കം ഇതിന് കൃത്യമായൊരു മറുപടി പറയുന്നില്ല. അമ്മ സംഘടനയിലുള്ള വനിതാ പ്രവർത്തകർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നതെന്നറിയില്ല. ആദ്യമായി കേൾക്കുന്ന പോലെ തന്നെയാണ് ഇവരുടെ എല്ലാം പ്രതികരണം. എന്തായാലും ഇനിയുള്ള നടപടികൾ എത്തരത്തിലാണെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദാംശമാണ് എബി ജോൺ തോമസ് നൽകിയത്.